എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റണില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ ഇന്നും ഈ മൊമെൻറ്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, കരയണത് കണ്ടല്ലോ. മോള് പഠിക്കുകയാണ്, LKG-യിലാണ്, മോള് ക്ലാസ് ഉണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും അന്ന് കുഞ്ഞിലെ മോളെ കൂടെ വീഡിയോസ് ചെയ്യുമ്പോൾ അവളുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ വലുതായിട്ട് ഞാൻ ഓർക്കാം, ചിലപ്പോൾ അവൾക്കിത് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നാളെ എന്നോട് ചോദിക്കൂലേ, അന്ന് എൻ്റെ കൂടെ എന്നെ വെച്ചിട്ട് അത്രയും വ്ളോഗൊന്നും ചെയ്ത് എനിക്ക് ആയിരുന്നില്ല എന്ന് മോള് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു സംഭവമാണ് ഈ പ്രൈവസി എന്ന് പറയുന്നത്. അതിൽ സോഷ്യൽ മീഡിയക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ഫാമിലി ബ്ലോഗർമാരും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർമാരുടെയും ഒരു അതിപ്രസരം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പണ്ടത്തെ കാലത്തൊക്കെ ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ നടിമാർ, അതുപോലെ തന്നെ എഴുത്തുകാർ, അതുപോലെ തന്നെ മജീഷ്യൻസ്, അതുപോലെ തന്നെ വലിയ വലിയ ഈ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരാളും അതുപോലെ തന്നെ ഇന്ന് ജനിച്ച് വീഴുന്ന കുട്ടി വരെ സെലിബ്രിറ്റിയാണ്. കാരണം അവർ വ്ളോഗുകൾ ചെയ്യുന്നു, അതിലേതെങ്കിലും ഒരു വ്ളോഗ് അങ്ങോട്ട് ഹിറ്റാവുന്നു, അത് മില്യൺസ് കണക്കിന് വ്യൂവേഴ്സ് വരുന്നു, അതിനുശേഷം അവരെല്ലാം സെലിബ്രിറ്റികളായി മാറുകയാണ്. അപ്പോൾ ആ കുട്ടി ഗർഭം ധരിക്കുന്നു, അതിനുശേഷം അവർ പ്രസവിക്കുന്ന ആ മിനിറ്റ് മുതൽ ആ കുട്ടിയുടെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രൈവസി എന്ന് പറയുന്ന സാധനത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത്തരം ഒരവസ്ഥയെക്കുറിച്ച്, സ്വന്തം ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മുടെ അശ്വതി ശ്രീകാന്ത് എന്ന് പറയുന്ന നടിയും അതുപോലെ തന്നെ സീരിയൽ നായികയും അതുപോലെ തന്നെ അവതാരികയുമായ ആ വ്യക്തി, അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നമ്മുടെ എല്ലാ അമ്മമാർക്കും അതുപോലെ തന്നെ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇന്ന് പറയുന്നത് ഞാൻ കണ്ടു. അത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ തീർച്ചയായിട്ടും സാധിക്കണം. അത് നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും നമ്മളത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനമാണ് അത് എന്നുള്ളത്. നമ്മളെ കുട്ടികളെ വെച്ച് ബ്ലോഗുകൾ ചെയ്യുന്ന എല്ലാവരും ദയവായിട്ട് ഈ വീഡിയോ കാണണം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് അശ്വതി ശ്രീകാന്ത് നമ്മുടെ അമ്മമാരോട് പറഞ്ഞത്, നമുക്കതൊന്ന് കേൾക്കാം. ഡിയർ പേരൻസ്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അവർ കരയുന്നത്, അവർ ടാൻട്രംസ് കാണിക്കുന്നത്, മെൽഡൗൺസ് ഉണ്ടാവുന്നത്, ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു അമ്മയാണ്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റണില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ ഇന്നും ഈ മൊമെൻറ്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, കരയണത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പം കുഞ്ഞ് വിചാരിക്കുകയാണ്, ഇതെൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല, ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ, ഇതെങ്ങനെയാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞത് എന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് എന്നെ നോക്കിയൊരു സമയമുണ്ട്. അപ്പോൾ നടി പറഞ്ഞത് 100% ഞാൻ യോജിക്കുകയാണ്. ഒരു അമ്മ എന്ന നിലക്ക് അവർ ഇന്ന് സ്വന്തം റിഗ്രറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ നുറുങ്ങ് സംഭവങ്ങൾ പോലും നമ്മൾ ഇന്ന് ഈ ഫാമിലി ബ്ലോഗെല്ലാം ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. രാവിലെ ബെഡ്ഷീറ്റിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ മൊബൈൽ എടുത്തത് കൊണ്ട് ആ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് ബാത്റൂമിൽ പോകുന്നതും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതും രാത്രി ഹസ്ബൻഡിൻ്റെ കൂടെ കട്ടിൽ കയറി കിടക്കുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളും അവർ കണ്ടൻ്റായിട്ട് ഉപയോഗിക്കുകയാണ്. അതിൽ ഈ മൊട്ടി വീണ ചെറിയ മക്കളെ കൂടി ഒരു കണ്ടൻ്റായിട്ട് ഉപയോഗിക്കുന്ന ചില അമ്മമാരുണ്ട്. എല്ലാവരെയും ഞാൻ ഈ കൂട്ടത്തിൽ പെടുത്തുന്നില്ല, ചില ആൾക്കാരുണ്ട് എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പേരുകൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ പേളി മാണി മലയാള സിനിമയിലും സീരിയലിലും അതുപോലെ തന്നെ അവതാരികയായിട്ടും എല്ലാം തിളങ്ങുന്ന ഒരു നടിയാണ്. അവരുടെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ മക്കളുടെ എല്ലാ കണ്ടന്റുകളും എല്ലാ മാനറിസവും എല്ലാ ചിരിയും കളിയും എല്ലാം തന്നെ അവർ ഒരു ബ്ലോഗായിട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകളായാലും അവരുടെ പ്രസവം വരെ അവർ ലൈവായിട്ട് നിങ്ങൾക്ക് ബ്ലോഗായിട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം സാഹചര്യത്തിൽ നാളെ നമ്മുടെ മക്കളൊക്കെ വലുതായി അവരൊരു വയസ്സിനെ കുറിച്ച് മൂത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ
ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊക്കെ നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോയിലെ ചില കണ്ടന്റുകൾ, ചില നർമ്മരസങ്ങൾ, അവർ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ, ഇതെല്ലാം തന്നെ അവരുടെ സുഹൃത്തുക്കളുമെല്ലാം പറഞ്ഞ് കളിയാക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് വരാം. അപ്പോൾ മക്കൾ തിരിച്ച് ചിലപ്പോൾ അച്ഛാ എന്തിനാണ് ഇത്തരം ഒരു തെറ്റ് നിങ്ങൾ ചെയ്തത്, എന്തിനാണ് നിങ്ങൾ എന്നെ ഇത്ര മോശക്കാരായിട്ട് ചിത്രീകരിച്ചത്, എന്തിനാണ് നിങ്ങൾ എന്നെ മാനം കെടുത്തിയത് എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ അച്ഛനോടോ അമ്മയോടോ ചിലപ്പോൾ ഉമ്മയോടോ ഉപ്പയോടോ എല്ലാം മക്കൾ സ്കൂളിൽ വന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കൈ മലർത്താൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ ഇഷ്ടവും അതുപോലെ തന്നെ അവരുടെ ഒരു അവകാശവും സംരക്ഷിച്ചു കൊണ്ട് തന്നെയാവണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾ സൗകര്യം പോലെ ചെയ്യും, നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾക്ക് സൗകര്യമുള്ളത് പോലെ എല്ലാം ചെയ്യാം. പക്ഷേ അവരുടെ പ്രൈവസിയെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ തീർച്ചയായിട്ടും മാനിച്ചുകൊണ്ട് വേണം നമ്മൾ അത്തരം വീഡിയോകളും കണ്ടൻ്റാക്കി ഉപയോഗിക്കാനെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അശ്വതി പറയുന്നുണ്ട്, നമുക്കതുകൂടി കേൾക്കാം. ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഹാവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പം അതിൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട്. അപ്പം ഇന്നും അതുപോലെയുള്ളൊരു വീഡിയോ കണ്ടു. ഐ ഫെൽറ്റ് റിയലി സാഡ്. ഒരു കുട്ടിയുടെ ഒരു മെൽറ്റ് ഡൗണിൻ്റെ ഒരു പോയിന്റ്, അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ അത്തരം മൊമെൻറ്റ്സ് നമ്മൾ ഇൻ്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഓർക്കണം. ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അശ്വതി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും 100% സത്യസന്ധമായ കാര്യമാണ്. സ്വന്തം ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒരു അമ്മ എന്ന നിലയ്ക്ക് അവർ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് അമ്മമാരോട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും നല്ല മനസ്സുള്ള അമ്മമാർക്ക് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത ആൾക്കാർ ഇത് കേൾക്കുക, നിങ്ങൾ തള്ളിക്കളയുക എന്ന് മാത്രമേ എനിക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. നമ്മളുടെ മക്കൾ കാണിക്കുന്ന ചില മാനറിസങ്ങളെല്ലാം തന്നെ അത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അവരുടെ അച്ഛനമ്മമാരെ അടുത്തും അതുപോലെ തന്നെ മൂത്താപ്പാൻ്റെ അടുത്തും മൂത്തമ്മയുടെ അടുത്തും അച്ഛമ്മൻ്റെ അടുത്തും എല്ലാം അവർ കാണിക്കുന്നത് അവർക്ക് അവിടെ ഒരു കംഫർട്ടബിളായ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് ആൾക്കാർ കൂടി അത് എങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. ഈ ചെറിയ അയൽക്കൂട്ടം പോലുള്ള പരിപാടികളിൽ ഒരു സ്ത്രീ ഒരു പാട്ട് പാടുന്നത് ഞാൻ കണ്ടു. ആ സോഷ്യൽ മീഡിയ കണ്ട ഒരു വീഡിയോ തന്നെയാണ്. വളരെ ലാഘവത്തോടു കൂടി വളരെ നന്നായിട്ട് ആ സ്ത്രീ അങ്ങോട്ട് പാട്ട് പാടുകയാണ്. പാടുന്നതെല്ലാം തെറ്റാണ്, ഈണമില്ല, രാഗമില്ല, ഒന്നുമില്ല. പക്ഷേ അവിടെ അവൾ കംഫർട്ടബിൾ ആണ്. കാരണം അവർക്ക് അറിയപ്പെടുന്ന ആൾക്കാരാണ് ചുറ്റും നിൽക്കുന്നത്. അവർ കൈയടിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, വളരെ നന്നായിട്ട് പാടുന്നു. പക്ഷേ ഒരു ഓണപ്പരിപാടി വന്നപ്പോൾ ഈ സ്ത്രീയെ ഒരു സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് പാട്ട് പാടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു സഹോദരൻ. പക്ഷെ ആ സമയത്ത് ആ സ്ത്രീക്ക് ആ സ്റ്റേജിൽ കയറിയതിന് ശേഷം കൈകാലുകൾ ഇങ്ങനെ വിറയ്ക്കുകയാണ്. അവിടെ നിന്ന് പാട്ട് പോയിട്ട് അക്ഷരം പോലും പുറത്തേക്ക് വരുന്നില്ല. മാനം കെട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരവസ്ഥ സ്ത്രീക്ക് വരികയാണ്. അവിടെ ഒരു അൺകംഫർട്ടബിൾ എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുകയാണ്. അതൊരു അൺസെക്യൂരിറ്റി പോലെ തോന്നുകയാണ്. അവിടെ നിന്ന് അവർക്ക് പാടാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നും സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ ആ സ്ത്രീയെ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരമൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്കും ചിലപ്പോൾ വന്നേക്കാം. കാരണം കുട്ടികൾ ചിലപ്പോൾ അറിയാതെ ബുദ്ധിമോശം കൊണ്ടോ ചിലപ്പോൾ കാര്യങ്ങൾ പറയും, ചിലപ്പോൾ സ്കൂൾ പോകാതെ മടിച്ച് നിൽക്കും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടൻ്റായിട്ട് ചെയ്യുമ്പോൾ നാളെ സ്കൂളിലെ കുട്ടികൾ അവരെ കളിയാക്കും. അതിനുശേഷം കുട്ടികൾ സ്കൂളിൽ പോകാൻ കുട്ടുവെക്കാത്ത അവസ്ഥയൊക്കെ വരും. അത്തരം അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അശ്വതി പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മുഖവിലക്ക് എടുക്കുക തന്നെ വേണം. എന്നാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിൻ്റെ പേര് CP ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അംഗവൈകല്യമുള്ള മനുഷ്യനാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കളെ വെച്ച് അദ്ദേഹം ഒരുപാട് ബ്ലോഗുകൾ ചെയ്തിരുന്നു. പക്ഷേ കുട്ടിക്ക് കുറച്ച് വയസ്സായപ്പോൾ അദ്ദേഹം നിർത്തി. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ അശ്വതി പറഞ്ഞ കാര്യവുമായി ചേർത്ത് വായിക്കുമ്പോൾ 100% സത്യസന്ധമായ ഒരു കാര്യമാണ്. നമുക്കതുകൂടി കേൾക്കാം. ചെയ്തുകൊണ്ടിരുന്നത് ഫാമിലി വ്ളോഗ് ആകുമ്പോൾ ഞങ്ങളെല്ലാവരും, കാരണം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. ആമി എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെയായിരുന്നു. അപ്പൊ ഇപ്പം ആ ഒരു ഇതിൽ ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാരും എന്ത് പറ്റി എന്നുള്ളൊരു മൈൻഡിലേക്ക് പോകുന്നത്. അതെ, മോള് പഠിക്കുകയാണ്, LKG-യിലാണ് മോള് ക്ലാസ് ഉണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും അന്ന് കുഞ്ഞിലെ മോളെ കൂടെ വീഡിയോസ് ചെയ്യുമ്പോൾ അവളുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ വലുതായിട്ട് ഞാൻ ഓർക്കുക, ചിലപ്പോൾ അവൾക്കിത് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നാളെ എന്നോട് ചോദിക്കൂലേ, അന്ന് എൻ്റെ കൂടെ എന്നെ വെച്ചിട്ട് അത്രയും വ്ളോഗൊന്നും ചെയ്ത് എനിക്ക് ആയിരുന്നില്ല എന്ന് മോള് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നും. പിന്നെ മോള് പഠിക്കട്ടെ, പഠനത്തിൽ ഫോക്കസ് ചെയ്യട്ടെ. അവൾ കുറച്ചുകൂടി വലുതായിട്ട് അവൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അവൾ ഇനി വീഡിയോ ഒക്കെ ചെയ്യട്ടെ. ഇപ്പോൾ അവൾ പഠനത്തിൽ CP ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഇത് തന്നെയാണ് ആ സഹോദരൻ പറയുകയാണ്. എൻ്റെ മകൾ വലുതായതിനു ശേഷം എന്നോട് തിരിച്ച് ചോദിക്കുകയാണ്,
അല്ലെങ്കിൽ ഉപ്പ എന്തിനാണ് എന്നെ വെച്ച് ഇത്തരം വീഡിയോ ചെയ്തത്, എനിക്ക് സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉത്തരം മുട്ടിപ്പോവും. എനിക്ക് മകളോടൊന്നും തിരിച്ച് മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇന്നവർ പഠിക്കുകയാണ്, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. നാളെ ആ കുട്ടി വലുതായതിനു ശേഷം എന്നോട് പറയുകയാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാപ്പ, നമ്മളൊരു വീഡിയോ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അതുവരെ ഞാൻ ആ മകളെ കൊണ്ട് വീഡിയോ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ കണ്ടു കാണും. എത്ര അദ്ദേഹത്തിന് മറ്റു പണിക്കൊന്നും പോയിട്ട് കുടുംബം പോറ്റാനുള്ള കഴിവുകളൊന്നും തന്നെയില്ല. കാരണം പഠിച്ച നമ്മുടെ അതിനുള്ള ഒരു ആരോഗ്യം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അദ്ദേഹം ഇത്തരം വീഡിയോകളും അതുപോലെ തന്നെ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ പ്രൊമോഷൻ വർക്കുകളും എല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ അശ്വതി എന്ന് പറയുന്ന മേഡം ഇന്നിവിടെ വന്ന് പറഞ്ഞത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ വേണം. കാരണം നമ്മുടെ മക്കളുടെ അവകാശങ്ങളും അവരുടെ ചില നുറുങ്ങ് കാര്യങ്ങളും അവരുടെ ചിരികളും അവരുടെ ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുകയും പകർത്തുകയും എല്ലാം വേണം. കാരണം നാളെ അവൾ വലുതാവുന്ന സമയത്ത് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതൊരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവച്ച് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് മാത്രം. അത് നിങ്ങൾ നല്ലൊരു CD-യിലോ അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവിലോ എന്തിലോ ആക്കിയിട്ട് നിങ്ങൾ സൂക്ഷിച്ച നാളെ നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ പബ്ലിക്കിനെ കൊണ്ടുവച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അത്തരം ബ്ലോഗുകൾ ചെയ്യുന്ന അമ്മമാരും അതുപോലെ തന്നെ സഹോദരന്മാരും സഹോദരിമാരും എല്ലാം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും 100% നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോഴേ നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുവരെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്.